ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചാരണ റാലിയിൽ ആയുധങ്ങൾ കണ്ടെത്തി. പ്രചാരണ റാലി ചേലക്കരയിൽ എത്തിയപ്പോഴാണ് ഇതിനൊപ്പം വന്ന വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ മാറ്റിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. CPM പരാജയ ഭീതിയിൽ കലാപത്തിന് ശ്രമിക്കുകയാണെന്നും അന്വേഷണം വേണമെന്നും BJPയും കോൺഗ്രസും ആവശ്യപ്പെട്ടു. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി ചേലക്കരയിലെത്തിയപ്പോഴാണ് പുറകെ വന്ന വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ മാറ്റിയത്. ചേലക്കരയിൽ നിന്ന് കെ രാധാകൃഷ്ണന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ പാറപ്പുറം എന്ന സ്ഥലത്ത് വെച്ച് ചിറ്റൂർ സ്റ്റേഷനിലുള്ള ചുവന്ന കാറിൽ നിന്നും ആയുധങ്ങൾ റോഡരികിൽ വെക്കുകയായിരുന്നു. എന്നാൽ സമീപത്തെ CCTV ക്യാമറ കണ്ടതോടെ കാറിൽ ഉണ്ടായിരുന്നവർ പരിഭ്രമിക്കുകയും വാഹനം പുറകോട്ടെടുക്കുകയും ചെയ്തു. CPM പരാജയ ഭീതിയിൽ കലാപത്തിന് കൊപ്പുകൂട്ടുകയാണെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും BJPയും കോൺഗ്രസും ആവശ്യപ്പെട്ടു. രാധാകൃഷ്ണന്റെ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചതായിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. ഇവരുടെ കൊലപാതക രാഷ്ട്രീയം ആൾക്കാരെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി വോട്ട് പിടുങ്ങാനുള്ള ഒരു തന്ത്രമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണിത്. ഈ ആയുധം കാണിച്ചിട്ട് അവർ കഴിഞ്ഞ ദിവസം ബോംബ് കാണിച്ചു, ആൾക്കാരെ ഭീഷണിപ്പെടുത്തി. ഇപ്പൊ അവരുടെ വാഹനത്തിൽ നിന്ന്, പ്രചരണ വാഹനത്തിൽ നിന്ന് ആയുധം പിടിച്ചു എന്ന് പറയുമ്പോൾ എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഇവര് സ്ഥിരമായിട്ട് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വാഹന പ്രചരണത്തിന്റെ കൂടെ പോകുന്ന, അകമ്പടി പോയിരിക്കുന്ന വാഹനത്തിൽ മാരകായുധങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത്. കാരണം ഇനി എവിടെയൊക്കെയാണ് ഈ മാരക ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചത്? ഇതേ രീതിയിൽ ഈ കാറുകളിൽ അല്ലെങ്കിൽ മറ്റു കാറുകളിൽ ഇന്നലെ പോലീസും മറ്റു കാര്യങ്ങളും എല്ലാം റോഡിൽ നിൽക്കുമ്പോൾ ഇത്രയും ധൈര്യത്തിൽ ഇത് കൊണ്ടുപോയി ആയുധങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. അതേസമയം ഫ്ലക്സ് ബോർഡ് കെട്ടാൻ ഉപയോഗിച്ച കത്തിയും മടാളുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് വിഷയത്തിൽ CPM പ്രവർത്തകരുടെ ന്യായീകരണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി MB രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയും സമാന രീതിയിൽ വടിവാള് താഴെ വീണിരുന്നു. അന്ന് പരിപാടിയിലേക്കെത്തിയ കർഷകന്റെ പണി ആയുധമാണ് അതെന്നായിരുന്നു CPMന്റെ പ്രതികരണം. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.